ലോകം മുഴുവൻ വേൾഡ് കപ്പിൻ്റെ വലിയ സന്തോഷത്തിൽ നീങ്ങുന്ന സമയത്തും ഇതിലൊന്നും താല്പര്യമില്ലാത്ത പല ആളുകളുമുണ്ട്. എന്താണ് അവർക്ക് ക്രിക്കറ്റിലോ ഫുട്ബോളിലോ അല്ലെങ്കിൽ മറ്റു സ്പോർട്സിലോ ഒന്നും താല്പര്യമില്ലാത്തത്? അത്തരം ആളുകളുടെ സൈക്കോളജി എന്താണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രശ്നമല്ല. ചില ആളുകൾ മറ്റുള്ളവരെ ചിലപ്പോൾ കളിയാക്കും. എന്താണ് ഒന്നിനും പറ്റാത്തവനാണ്, അല്ലെങ്കിൽ സ്പോർട്സിനോട് താല്പര്യമില്ലാത്തവനാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. ഉറക്കമൊഴിഞ്ഞ് സ്പോർട്സ് ഫുട്ബോൾ കാണുന്ന ഒരാൾക്ക് കിട്ടുന്ന അതേ സന്തോഷം മറ്റു ചിലർക്ക് ചിലപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോഴായിരിക്കും ലഭിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം വിസിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ലഭിക്കുന്നുണ്ടാവുക. അതുപോലെ ഓരോരുത്തരുടെ റിവാർഡ് സിസ്റ്റം എന്നത് പ്രത്യേകമായിരിക്കും. അതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒന്നാമത്തെ സൈക്കോളജി. പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്പോർട്സ് എന്നത് ജയപരാജയങ്ങളുണ്ട്. ഒരു ടീം ജയിക്കും, ഒരു ടീം തോക്കും. എന്നാൽ ചില ആളുകൾക്ക് വിജയവും പരാജയവും ഇഷ്ടമില്ല. പരാജയപ്പെടുമ്പോൾ സങ്കടമോ വിജയിക്കുമ്പോൾ അമിതമായ സന്തോഷപ്രകടമോ എന്ന രീതി ചിലപ്പോൾ താല്പര്യമുണ്ടാവില്ല. അത്തരം ആളുകൾ അവർക്ക് വിജയം എന്നുള്ളതല്ല, എപ്പോഴും ക്രിയേറ്റീവായി എപ്പോഴും എന്തെങ്കിലും കാര്യം ചെയ്യുക എന്നതിലായിരിക്കും താല്പര്യമുണ്ടാവുക. മൂന്നാമത്തെ കാര്യം സെൻസേഷൻ സീക്കിംഗ് എന്നതാണ്. ചിലർക്ക് വലിയ ഒച്ചപ്പാടുകൾ, വലിയ ശബ്ദകോലാഹലങ്ങൾ, അങ്ങനെ ഒരു ആഘോഷ രീതികൾ അങ്ങനെയായിരിക്കും ഇഷ്ടപ്പെടുക. പക്ഷേ മറ്റുള്ളവർക്ക് ഈ ഒരു നോയ്സ് ആയിട്ടുള്ള ശബ്ദകോലാഹലങ്ങളോ ഒച്ചപ്പാടുകളോ അതിൻ്റെ മേലുള്ള ഫാൻ ബൈറ്റുകളോ അങ്ങനത്തെ ഒന്നും താല്പര്യമില്ലാത്ത വളരെ കാമായി ജീവിക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാർക്ക് ഈ ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്സ് സ്പിരിറ്റ് എന്ന് പറയുന്നത് അതൊരു മോശമായ കാര്യമാണെന്നും അല്ലെങ്കിൽ നമുക്ക് അതിനോട് പറ്റില്ല എന്ന രീതിയിലൊക്കെ എന്നുള്ള ഒരു സൈക്കോളജി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അവരിൽ രൂപപ്പെടുന്നു. ചിലർക്ക് ഐഡൻറ്റിറ്റിയോട് താല്പര്യമുള്ളവരാണ്. എന്താണ് ഐഡൻറ്റിറ്റി? ചിലർക്ക് ഞാൻ അർജന്റീന ഫാൻസാണ്, ബ്രസീൽ ഫാൻസാണ് തുടങ്ങിയ ഐഡൻറ്റിറ്റികളോടാണ് താല്പര്യം. പക്ഷേ മറ്റുള്ളവർക്ക് തൻ്റെ ഐഡൻറ്റിറ്റി സ്പോർട്സ് ആവാൻ പാടില്ല, തൻ്റെ ഐഡൻറ്റിറ്റി സിനിമയാകാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി സിനിമയാകണം, എൻ്റെ ഐഡൻറ്റിറ്റി ബിസിനസ് ആകണം എന്ന് താല്പര്യപ്പെടുന്നവരുണ്ടാകും. അത്തരക്കാർക്ക് ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായുള്ള ഒരു കാര്യമായിട്ട് അനുഭവപ്പെടുന്നു. അത്തരം ആളുകൾ പരമാവധി സ്പോർട്സിൽ നിന്ന് പിന്നോട്ടേക്ക് നിൽക്കാൻ താല്പര്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നതാണ്. ഒരു കളി കാണാനും അതിന് ചിലപ്പോൾ ഫ്ലെക്സ് കെട്ടാനും അതിൻ്റെ പിന്നിൽ നടത്താനും. പക്ഷേ ഇത്തരമുള്ളൊരു ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു മോശമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അവർ അവരുടെ ടൈം എൻ്റെ ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയോ അങ്ങനെ തുടങ്ങിയ ഹോബിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതാണ് നല്ലത്. സ്പോർട്സിൻ്റെ പിന്നാലെ പോകുമ്പോൾ ടൈം വേസ്റ്റാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ സ്പോർട്സിൽ നിന്ന് മാറി നിൽക്കുകയും ഇത്തരം ഫാൻ ബൈറ്റുകളിൽ നിന്ന് ഫൈറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു. തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചിലരെ സ്പോർട്സിനകത്തി നിർത്തുന്നുണ്ട്. മറ്റൊരു കാര്യമാണ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്നത്. ചെറുപ്പകാലഘട്ടത്തിൽ തൻ്റെ ഫാമിലിയിലോ അല്ലെങ്കിൽ കസിൻസിലോ തൻ്റെ സിബ്ലിങ്സിലോ ആരും സ്പോർട്സുമായി ബന്ധമില്ല, അവർ സ്പോർട്സ് കളിക്കാറില്ല. പക്ഷേ മറ്റുള്ള മേഖലയിൽ അവരുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി അവനും സ്പോർട്സിന് അകന്നു പോവുകയും അത്തരം എന്താണ് കളിയെന്നോ എന്താണ് ടീമെന്നോ എന്താണ് സ്പോർട്സ് സ്പിരിറ്റ് എന്നോ അറിയാതെ നിൽക്കുകയും ആളുകളുണ്ട്. അത്തരം ആളുകളും സ്പോർട്സിൽ നിന്ന് ആ സ്പോർട്സ് സ്പിരിറ്റിൽ നിന്ന് ദൂരേക്ക് മാറി നിൽക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്പോർട്സിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു എക്സ്പീരിയൻസും നിങ്ങൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇത്തരം ചർച്ച നടക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുകൂടി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.